ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ ആം നിമിഷ ഡേവീസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡാറ്റ ഫ്രെയിമിൻ്റെ കുറച്ച് കൺസെപ്റ്റുകൾ വീണ്ടും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 9 ആണ്. ഡാറ്റ ഫ്രെയിമിൻ്റെ പാർട്ട് 5 ആണ് വരുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് ഗ്രൂപ്പ് ബൈ കാര്യങ്ങൾ നോക്കി, ഇവാലുവേറ്റിംഗ് ഫങ്ഷൻസ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലേ? അതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒരു മിനിറ്റ്, ഇതിലെന്തായിരുന്നു? ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ്സിൻ്റെ കാര്യം നമ്മൾ നോക്കി അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് റോസ് റിമൂവ് ചെയ്യാനും അതേപോലെ കോളംസ് റിമൂവ് ചെയ്യാനും, ഡ്യൂപ്ലിക്കേറ്റ് അല്ല കോളംസ് റിമൂവ് ചെയ്യാനും അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള റോസ് റിമൂവ് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഇനി പുതിയതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 1 സെക്കൻഡ്, പുതിയൊരു ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ കേട്ടോ. നമുക്കിനി നോക്കാനുള്ളത് ജോയിൻസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് നോക്കാനുള്ളത്. നമ്മൾ SQL പഠിച്ചിട്ടില്ലേ ജോയിൻസ്? നിങ്ങൾ SQL പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. SQL ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഏതാണ്? ജോയിൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. ജോയിൻസ് 4 ടൈപ്പ് ജോയിൻസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ്? ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ ആൻഡ് റൈറ്റ് ജോയിൻ. പുറത്തുനിന്ന് ഭയങ്കര നോയ്സ് ഉണ്ടായിരിക്കും, അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ്, സോറി. ഓക്കെ, അപ്പോൾ ഈ 4 ജോയിൻസ് ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം തന്നെ പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് പാണ്ടാസ് ആസ് PD. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ 2 ഡാറ്റ ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ഡിക്ഷണറി, നെസ്റ്റ് ഡിക്ഷണറി ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വീണ്ടും DF ഈക്വൽ ടു PD ഡോട്ട് ഡാറ്റ ഫ്രെയിം. ഇനി എന്ത് ചെയ്യുന്നു? ഡിക്ഷണറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ID ദെൻ 1 2 3 4 ID കൊടുത്തു. ഇനി ഞാനിപ്പോൾ ഫസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നെയിം ഞാൻ നിമിഷ ഡേവീസ്, ബോബ്. ഇങ്ങനെ ഒരു 3 പേര്, ഒരെണ്ണം കൂടി വേണം അല്ലേ, ചാർലി. ഓക്കെ, ഇങ്ങനെ ഒരു 4 പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ ലൊക്കേഷൻ മെൻഷൻ ചെയ്യാം. ലൊക്കേഷൻ ഞാനിപ്പോൾ US കൊടുത്തു, UK, ദെൻ ഒരു US കൂടി കൊടുക്കാം, പിന്നെ ഓസ്ട്രേലിയ. അങ്ങനെ ഒരു 4 ലൊക്കേഷനും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് ഡാറ്റ ഫ്രെയിം ആണ്. ഇനി ഡാറ്റ ഫ്രെയിം 2, ഞാനത് ഡാറ്റ ഫ്രെയിം 1 എന്ന് കൊടുക്കാം. അങ്ങനെ ഡാറ്റ ഫ്രെയിം 2, അങ്ങനെ 2 ഡാറ്റ ഫ്രെയിം വന്നു. ഇനി ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു? PD ഡോട്ട് ഡാറ്റ ഫ്രെയിം ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അതിലൊരു ഐഡിയും ഐഡിയുടെ കറസ്പോണ്ടിങ് സാലറിയാണ് കൊടുക്കുന്നത്. നമ്മൾ 2 ടേബിൾസില്ലേ, SQL 2 ടേബിൾസ് ആയിട്ട് കൊടുത്തില്ലേ, അതേ സെയിം തന്നെയാണ്. ഇതിലിപ്പോൾ പ്രൈമറി കീ ഏതാണ്? ഈ ടേബിളിൽ ഇതൊരു ടേബിളാണ് കൺസിഡർ ചെയ്യുക. ഇതിലത്തെ പ്രൈമറി കീ ഏതായിരിക്കും? ഈ ഒരു ID ആയിരിക്കും അല്ലേ? ഇതേ ID ഇവിടെയുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ഫോറിൻ കീ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ക്ലിയർ ആയോ? SQL കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കത്തും. ഞാനിവിടെ ഒരു 70,000, 40,000, 60,000, 30,000 ഇത്ര കാര്യങ്ങൾ കൊടുത്ത് 2 ഡാറ്റ ഫ്രെയിം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജോയിൻസുകൾ 4 ടൈപ്പ് ജോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ. ഇന്നർ ജോയിൻ വരുമ്പോൾ എങ്ങനെയാണ്? ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു വേരിയബിൾ കൊടുക്കുന്നു, ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ വേരിയബിൾ കൊടുക്കുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്, ജോയിൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മെർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. നമുക്ക് ഏതൊക്കെയാണ് മെർജ് ചെയ്യേണ്ടത്? DF1ഉം DF2ഉം ആണ് മെർജ് ചെയ്യേണ്ടത്. ഏത് വെച്ചിട്ടായിരിക്കും നമുക്ക് മെർജ് ചെയ്യേണ്ടത്? ഇതിൽ കോമൺ ആയിട്ടുള്ള ഫീൽഡ് ഏതാ? ID ആണ് കോമൺ ആയിട്ടുള്ള ഫീൽഡ്. ഓക്കെ, ഇനി എന്ത് ടൈപ്പ് മെർജാണ്, എന്ത് ടൈപ്പ് മെർജാണ് വേണ്ടത്? നമുക്ക് വേണ്ടത് ഇന്നർ ആണ്. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യുക? പ്രിന്റ് ഇന്നർ ജോയിൻ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, ഞാൻ ഇതൊന്ന് റൺ ചെയ്യാം. വെയിറ്റ് ചെയ്യട്ടോ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ വരും, നോക്കാം. ഓക്കെ,
അപ്പൊ എന്തായി, ആ രണ്ട് ടേബിളും കൂടിയിട്ട് ഒരുമിച്ചാണ് വന്നു നോക്കുന്നത് അല്ലെ, രണ്ട് ടേബിൾ അല്ല, രണ്ട് ഡാറ്റ ഫ്രെയിമും കൂടിയിട്ട് ഒരൊറ്റ ഡാറ്റ ഫ്രെയിം ആയിട്ട് ഇന്നർ ജോയിനിലൂടെ വന്നു. ക്ലിയർ അല്ലേ? രണ്ടും കൂടി ഒരുമിച്ച് എല്ലാ വാല്യൂസും അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്നർ ജോയിൻ എങ്ങനെയാ വരുന്നത്, വർക്ക് ആവുന്നുണ്ടായിരിക്കുക, ഇതിന് ഈ ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡിയസ് ഇവിടെ ഉണ്ടോ അത് വെച്ചിട്ട് മാത്രമേ ഇവിടെ എടുക്കുള്ളൂ. ഇപ്പൊ ഞാനിത് 3 കൊടുത്തിട്ട് ഇപ്പുറത്ത് 5 ആണ് കൊടുത്തത്. ഇനി ഞാനത് റൺ ചെയ്യാം. കണ്ടോ, ആ 5 വന്നോ 4 വന്നോ? ഇല്ല. അപ്പൊ രണ്ട് ഐ ഡിയിലും കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അത് മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വരുള്ളൂ. ഞാൻ ഇപ്പുറത്തെ ഒരു 5 കൊടുത്തിട്ട് ഇവിടെ ഒരു 10,000 കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ആ 5 എന്നുള്ളത് വരില്ല, 1 2 3 4 വരുള്ളൂ. കണ്ടോ, ഐ ഡി 1 2 3 4 വന്നിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അതാണ് ഇന്നർ ജോയിൻ. അപ്പൊ ഇനി ഔട്ടർ ജോയിൻ എങ്ങനെയാ വരുന്നുണ്ടായിരിക്കുക, കേട്ടോ. ഓക്കെ, ഔട്ടർ ജോയിൻ എങ്ങനെയാ, ഇതേ സെയിം തന്നെ, സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെ. ഔട്ടർ ജോയിൻ ഈക്വൽ ടു പി ഡി ഡോട്ട് മെർജ് ഫംഗ്ഷൻ ഓഫ്, ഏതൊക്കെ മെർജ് ചെയ്യേണ്ടത്, DF1 ഉം DF2 ആണ് മെർജ് ചെയ്യേണ്ടത്. ഓൺ ഏത് വെച്ചിട്ടാണ് മെർജ് ചെയ്യേണ്ടത്, അതും അത് ഐ ഡി വെച്ചിട്ടാണ് മെർജ് ചെയ്യേണ്ടത്. ഹൗ എങ്ങനെയാണ് മെർജ് ചെയ്യേണ്ടത്, ഔട്ടർ ജോയിൻ ആയിട്ടാണ് മെർജ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? പ്രിന്റ് ഔട്ടർ ജോയിൻ. ഞാൻ റൺ ചെയ്യാം. ഇതിൽ ഔട്ടർ ജോയിൻ എന്ന് വരുമ്പോൾ രണ്ട് ഡാറ്റ ഫ്രെയിമിലത്തെയും എല്ലാ വാല്യൂസും വരും. ഏതെങ്കിലും മിസ്സിംഗ് വാല്യൂ ഉണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, നാൻ എന്നായിരിക്കും എഴുതി കാണിക്കാം, നോട്ട് എ നമ്പർ എന്നായിരിക്കും എഴുതി കാണിക്കാം. ഓക്കെ ഓക്കെ ഇനി അടുത്തത് ഏതാ, ലെഫ്റ്റ് ജോയിൻ. അതും ഇതേ സെയിം തന്നെയാണ് സ്റ്റെപ്പുകൾ വരുന്നത്. എന്ത് ചെയ്യുക, ഇനി ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്, നമുക്ക് പേര് മാറ്റിയാൽ മതി, വെറുതെ ടൈപ്പ് ചെയ്ത് ടൈം കളയണ്ടല്ലോ, നിങ്ങൾ ടൈപ്പ് ചെയ്തോ കേട്ടോ. ലെഫ്റ്റ് ജോയിൻ, ഇവിടെ ഔട്ടർ മാറ്റിയിട്ട് ലെഫ്റ്റ് ആക്കുക. ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് ഏതാ, ലെഫ്റ്റ് ജോയിൻ. ഓക്കെ, ഇതും ഞാൻ റൺ ചെയ്യാം. ഇതിലെങ്ങനെയാ വരാം, ലെഫ്റ്റ് ടേബിളിലത്തെ അല്ലെങ്കിൽ ലെഫ്റ്റ് ഡാറ്റ ഫ്രെയിമിലത്തെ മാച്ചിങ് ആയിട്ടുള്ള റോസ് എന്ന് വെച്ചാൽ റൈറ്റിലും ലെഫ്റ്റിലും മാച്ചിങ് ആയിട്ടുള്ളതാണ് അവിടെ പ്രിന്റ് ചെയ്തിട്ട് വരാം. അൺമാച്ച്ഡ് ആയിട്ടുള്ളത് അവിടെ നാൻ എന്നായിരിക്കും വരാം. ഇപ്പൊ ഒരു കാര്യം പറയാം. ഓക്കെ, ഇതിൽ ഞാൻ 6 കൊടുക്കുന്നുണ്ട്, ഇവിടെ ഞാൻ ആലിയസ് എന്ന് കൊടുക്കുന്നുണ്ട്, കേരള എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ കൊടുക്കണം. അപ്പൊ എന്താ വരാൻ നോക്കാം. കണ്ടോ, റൈറ്റിലും ലെഫ്റ്റിലും മാച്ചിങ് ആയിട്ടുള്ളത് വന്നു. ഇനി ലെഫ്റ്റിലത്തെ എല്ലാം ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ റൈറ്റിലത്തേൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അതിനെ നാൻ എന്ന് കൊടുത്തു. ഓക്കെ, റൈറ്റ് ഡാറ്റ ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്ന DF2 ഉം ലെഫ്റ്റ് ഡാറ്റ ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്ന DF1 ഉം ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്, റൈറ്റ് ജോയിൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണു, ഔട്ടർ മാറ്റി റൈറ്റ് ജോയിൻ ആക്കണു. റൈറ്റ് ജോയിൻ. ഓക്കെ, റൺ ചെയ്യാം. ആ ലെഫ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇതിൽ എന്താണ്ടായത്, റൈറ്റ് സൈഡിലത്തെ DF2-ലത്തെ എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട്. 1 2 3 4 5. അത് ഇതിൽ കിടക്കുന്ന DF2-ലാണ് 5 വരെ ഉള്ളത്, കണ്ടോ. ദെൻ ലെഫ്റ്റിലത്തെ എഫ് നെയിമും LOC ഇല്ല 5-ന് കറസ്പോണ്ടിങ് ആയിട്ട്, അപ്പൊ അതുകൊണ്ട് അത് നാൻ ആയിട്ട് വന്നേ. റൈറ്റ് ജോയിൻ ആണെങ്കിലോ DF1-ലത്തെ എല്ലാ വാല്യൂസും വരും. DF1-ലാണ് 1 2 3 4 6 ഉള്ളത്, എല്ലാ വാല്യൂസും വന്നു. പക്ഷെ 6-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാലറി ഏതിലില്ല, DF2-ലില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അത് നാനിന് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് SQL അല്ലോ, നമ്മുടെ പാണ്ടാസിൽ വരുന്ന ജോയിൻസ്. ഞാൻ അതിൻ്റെ ഒരു നോട്ട് കാണിച്ചു തരാം, 1 സെക്കൻഡ്. ജോയിൻസ്
ഇതൊന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്താണ് ഇന്നർ ജോയിൻ, ഔട്ടർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ എന്നുള്ളത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ ഓക്കെ ഇനി നമുക്ക് എടുക്കാനുള്ളത് 1 സെക്കൻഡ്. ജോയിൻസ് കഴിഞ്ഞു. ഓക്കെ ഞാനിവിടെ പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. ഡാറ്റ സെറ്റ് ഇപ്പോൾ ഇതിൽ ഓക്കെ ഇതാന്ന് തോന്നുന്നു, നോക്കട്ടെ. അതെ, ഈ ഒരു ഡാറ്റ സെറ്റ് നമുക്ക് എടുക്കാം. ഈ ഒരു ഡാറ്റ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ NA എന്ന് പറഞ്ഞിട്ട് നമ്മൾ നൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് ഏജിൻ്റെ അവിടെ ഇല്ലേ. ഇനി ഞാൻ അതിന് കോളംസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര കാര്യങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ. ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഫോൺ, സിറ്റി, ഇത്ര കാര്യങ്ങളാണുള്ളത്. ഞാൻ പ്രിന്റ് DF പ്രിന്റ് ചെയ്യിക്കുന്നുണ്ട്. ഇതിൽ ഏജിൻ്റെ അവിടെ 2 NA നൾ വാല്യൂസ് ഉണ്ട്. ഇവിടെ സിറ്റിയുടെ അവിടെയും എന്താണ് ഒരു നൾ വാല്യൂ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കിയപ്പോൾ ഈ നൾ വാല്യൂസിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ പഠിച്ചു. പക്ഷെ സെൽ ബൈ സെല്ലായിട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, DF = DF ഡോട്ട് റീപ്ലേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തിനെ എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്, N.NA റീപ്ലേസ് ചെയ്യേണ്ടത്. ഞാനിതിൽ NP.NA എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ numpy കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് numpy ആസ് NP. ഇത് കൊടുക്കുമ്പോൾ എന്താണ് ഈ ഒരു ഇത് നാൻ ഫയലായിട്ട് അല്ലെങ്കിൽ നാൻ ആയിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ NA എന്നുള്ളത് എന്തായിട്ട് റീപ്ലേസ് ചെയ്യും, നാൻ ആയിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അയ്യോ, NA അല്ല നാൻ. ഓക്കെ, NP.NAN. അപ്പം ഞാൻ അതിനെ റീപ്ലേസ് ചെയ്തു. ഞാൻ അഗെയിൻ പ്രിന്റ് DF ഒന്ന് പ്രിന്റ് ചെയ്യിക്കാം. അപ്പം എന്തുണ്ടാവണേ നോക്കാട്ടെ. മുന്നത്തെ ഞാൻ കമന്റ് ചെയ്തേ. അപ്പം എന്തുണ്ടായേ, ഇത് നാൻ ആയിട്ട് ഇതേ ഇവിടെ റീപ്ലേസ് ആയിട്ടുണ്ട് എല്ലാ വാല്യൂസും ഇല്ലേ. ഇവിടെ മുകളിൽ ഒരു വാണിംഗ് വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ അങ്ങനെ വാണിംഗ് വരണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഒരു ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. PD.set ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, future.no_silent ഡൗൺകാസ്റ്റിംഗ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. സ്പെല്ലിംഗ് മാറിപ്പോയോ? അപ്പോൾ ആ വാണിങ് അവിടെ വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ വാണിങ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ എന്നേനെ എന്ത് ചെയ്തു, നാൻ ആക്കിയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഏതിരിക്കുക, ഏജിലോട്ടാണ് വാല്യൂസ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഏജിലത്തെ ഇതിന് ഞാനൊരു 0th ഇൻഡെക്സ്, ഇത് മൊത്തം ഒരു 0th ഇൻഡെക്സ് ആക്കി എടുത്തു. ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഓരോരോ ഇൻഡെക്സ് ആക്കി എടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഏജ് എവിടേക്ക് കിടക്കുന്നത്, 0th ഇൻഡെക്സിലും സെക്കൻഡ് ഇൻഡെക്സിലുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഏജിൻ്റെ വാല്യൂവിനെ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യുന്നു, ഏജ് = എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 0th ഇൻഡെക്സിൽ എനിക്ക് വരേണ്ട ഏജ് എന്ന് പറയുന്നത് 25ഉം സെക്കൻഡ് ഇൻഡെക്സിൽ എനിക്ക് വരേണ്ട വാല്യൂ 35 വന്നിട്ട് ഞാൻ അവിടെ അസൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി ആ ഒരു ഡാറ്റ ഫ്രെയിമിലോട്ട് ഈ ഒരു ഏജിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫോർ ഇൻഡെക്സ് ഞാൻ വാല്യൂ കൊടുക്കണു ഇൻ ഏജ് എന്താക്കണു
ഡോട്ട് ഐറ്റംസ് നമ്മൾ പൈത്തണിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ, ഐറ്റംസ് ദെൻ എന്ത് ചെയ്യുന്നു ഡി എഫ് ഡോട്ട് അറ്റ് എവിടത്തെയാണ് ആ ഒരു ഇൻഡെക്സ് പൊസിഷനിലാണ് വേണ്ടത്, ഏത് കോളാണ് ഏജ് എന്ന് പറഞ്ഞ കോളാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് ഏത് വെച്ചിട്ടാണ് ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ ശരി, ഞാൻ എന്ത് ചെയ്യുന്നു ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത് 25ഉം ഇത് 35ആയിട്ട് റീപ്ലേസ് ആയി. മനസ്സിലായോ? ഇനി അതേപോലെ സിറ്റിയിൽ നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇതിൽ ആകെ ഒരു നാനേ സിറ്റിയിൽ വന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് എന്ത് ചെയ്യാം, ഈ കോളത്തിൽ മൊത്തമായിട്ട് നാൻ ഒരെണ്ണം റീപ്ലേസ് ചെയ്താൽ മതി. പക്ഷെ ഓരോരോ ഫീൽഡിൽ പോയിട്ട് റീപ്ലേസ് ചെയ്യണ്ട, ആ കോളത്തിന് മുഴുവനായിട്ട് ഒരു റീപ്ലേസ് വാല്യൂ കൊടുത്താൽ മതി, വേറെ നൾ വാല്യൂ ഇല്ലാത്തതുകൊണ്ട്. അപ്പം എന്ത് ചെയ്യുന്നു ഡി എഫ് ഓഫ്, ഞാൻ എന്ത് ചെയ്യുന്നു സിറ്റി എന്ന് പറഞ്ഞതാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്, ഏതായിട്ട് ഡി എഫ് ഓഫ് സിറ്റി ഡോട്ട്, ഞാൻ ഫിൽ എന്നെ യൂസ് ചെയ്യുന്നു, ഫിൽ എന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇത് കോട്ടിലിട്ട് കൊടുക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ഞാനത് റൺ ചെയ്യാം. അപ്പം അതെന്തായി, എവിടെ പോയി, അതെ കോഴിക്കോടായിട്ട് അത് റീപ്ലേസ് ആയി. ഓക്കെ, ഇനി ഇപ്പം ഇതിൽ ഈ ഏജ് നമ്മളിവിടെ കൊടുത്തില്ലേ, ഏജിൻ്റെ ഡാറ്റ ടൈപ്പ് എനിക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഇതിപ്പോൾ ഇൻറ്റിജർ ആയിട്ടാണ് കിടക്കുന്നത്, എനിക്കതിനെ ഫ്ലോട്ടിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡി എഫ് ഓഫ്, നമ്മൾ ചെയ്തിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണതാണ്, ഈക്വൽ ടു ഡി എഫ് ഓഫ് ഏജ് ഡോട്ട് ഏതാ വരുന്നുണ്ടായിരിക്കുക ആസ് ടൈപ്പ്. ഓക്കെ, ആസ് ടൈപ്പ് ഫ്ലോട്ട് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇത് റൺ ചെയ്യാം. അപ്പോൾ അതെന്തായി, ഫ്ലോട്ടായിട്ട് മാറി. ക്ലിയർ ആയോ? അപ്പോൾ ജോയിൻസ് എന്താണ്, എങ്ങനെ സെൽ ബൈ സെല്ലായിട്ട് നൾ വാല്യൂസ് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ കോളം വൈസ് ആയിട്ട് എങ്ങനെ നൾ വാല്യൂസ് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ഫോർ ദിസ് വീഡിയോ. നമുക്ക് ഇനി ഒരു വീഡിയോ കൂടി ഉണ്ടായിരിക്കും ഡേ 10ൻ്റെ, അതെന്തായാലും ഇന്നുണ്ടാവില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ കുറച്ച് ബിസിയാണ്, കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫൈനൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് ഓവറോൾ ആയിട്ടൊന്ന് ഓടിച്ച് വിട്ടിട്ട് നമുക്ക് പറയാം. പിന്നെ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ട് വിട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ. ഇപ്പോൾ ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്തു, 99% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ വിട്ടു പോയതുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്താക്കാം, നെക്സ്റ്റ് വീക്ക് മൺഡേയോ ട്യൂസ്ഡേ ആയിട്ട് ഞാനത് കവർ ചെയ്യാം. ഓക്കെ, so yes, that's all for this video. Thank you, have a nice day, bye.